ആക്ച്വലി നന്നായിട്ടുണ്ട്. ഐ മീൻ കണ്ണൂർ സ്ക്വാഡ് വന്നപ്പോൾ മോഹൻലാലിന് ഇതുപോലത്തെ ഒരു സിനിമ വരുന്നത് ഞാൻ വിചാരിച്ചു. ലൈക്ക് ഒരു ലൈക്ക് ഐ മീൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളി പടമാണ് കേട്ടോ. നല്ല സിനിമയാണ്. ട്വിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. പടം വളരെ സ്ട്രെയിറ്റ് ആണ്. എന്താ പറയുക, നമുക്ക് ദൃശ്യമൊക്കെ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു നല്ലൊരു ഫീൽ കിട്ടും. തീർച്ചയായിട്ടും സമൂഹത്തിനുള്ളൊരു മെസ്സേജുമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിൽ മീഡിയക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക മെസ്സേജും കൂടിയുണ്ട്. അതെല്ലാവരും കണ്ടിരിക്കണം കേട്ടോ. താങ്ക് യു ബ്രോ. ആക്ച്വലി നന്നായിട്ടുണ്ട്. ഐ മീൻ കണ്ണൂർ സ്ക്വാഡ് വന്നപ്പോൾ മോഹൻലാലിന് ഇതുപോലത്തെ ഒരു സിനിമ വരുന്നത് ഞാൻ വിചാരിച്ചു. ലൈക്ക് ഒരു ലൈക്ക് ഐ മീൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സൊസൈറ്റി അതുപോലത്തെ ഒരു മൂവി വരണമെന്ന് വിചാരിച്ചു. സോ അതേപോലെ മോഹൻലാൽ ഒരു നല്ല മൂവി വന്നു. പിന്നെ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ ഇസ് ലൈക്ക് നെക്സ്റ്റ് ലെവൽ. ദൃശ്യം ഞാൻ ലൈക്ക് കണ്ടില്ല തിയേറ്ററിൽ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. സോ ഇറ്റ്സ് ഗുഡ്. ലൈക്ക് ട്വിസ്റ്റ് ആയാലും ത്രില്ലിംഗ് ആയാലും നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. സോറി ഇത് വളരെ നന്നായിട്ടുണ്ട്. ഫാമിലി മൂവിയാണ്. ഫാൻസ് ഈ മാസ് എലിവേഷൻ ഉണ്ടാവില്ലോ, മോഹൻലാൽ പറയുമ്പോൾ ഒരു മാസ് എലിവേഷൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവില്ല. ഒരു സിമ്പിൾ ഗുഡ് മൂവിയാണ്. എല്ലാവർക്കും വന്ന് കാണാം. അടിപൊളി BGM ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ഡയലോഗ്സ് ആയാലും അടിപൊളി, ടോപ്പ് നോച്ച്. ഇതൊരു എമോഷണൽ ഡ്രാമ വിത്ത് ത്രിൽ. അപ്പോൾ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഇസ് ലൈക്ക് എന്താവും അടുത്ത എന്താവും അങ്ങനെ ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ഒരു നല്ല സിനിമയാണ്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ പേര് പറയുക, സ്ക്രിപ്റ്റ് നല്ല ടൈറ്റാണ്. നല്ല ടൈറ്റായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. കറക്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സമയത്ത് ഒരു സ്ക്രിപ്റ്റിൽ എസ്.എൻ. സ്വാമി എന്നുള്ള ഒരു വലിയൊരു ആവറേജുള്ളൊരു വലിയൊരു സാറുണ്ട്. അവരുടെ ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള നമുക്കതിനെപ്പറ്റി എന്താ അതിൻ്റെ പേര് പറയുക, ഒരു ജോണർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു അതൊന്നും അല്ല അതിൽ. പക്ഷേ നമ്മളെ ടൈറ്റ് ചെയ്തിരിക്കുന്നൊരു സംഭവമുണ്ട് അതിനകത്ത്. മേ ബി നമുക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള സെറ്റപ്പിന് നല്ല ടൈറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റും. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റേഞ്ച് ഉണ്ടല്ലോ, മനസ്സിലായില്ല? ആ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ അവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ആ ഒരു, ചിലപ്പോൾ നിങ്ങൾ LLB പഠിച്ചിട്ടുണ്ടാവില്ല, ഞാനും LLB പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ എങ്കിൽ കൂടെ അതിൻ്റെ എന്താണ് നിയമം, എങ്ങനെ ചെയ്യാൻ പറ്റും, എന്താണ് ഇത് പറഞ്ഞാൽ എന്താവും, അതെ ഇത് പറഞ്ഞാൽ എന്തായിരിക്കും, അത് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഡെഫിനിഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ല, ഇതിലിപ്പോൾ നമുക്ക് റിവീൽ ചെയ്യുന്നത് ഒരു ഞാൻ കാര്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുള്ളി ആളെ കൊടുത്തിട്ടുണ്ട്. എവിടെ ആരാണ് വിക്ടിം ആരാണ്, കൾപ്രിറ്റ് ആരാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദെൻ അവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കണം, അതുതന്നെയാണോ എന്നുള്ളതാണ് പുള്ളി അത് ചെയ്തു തന്നിരിക്കുന്നത്. പക്ഷേ ഇനി ഇതിൽ കൂടുതലൊന്നും എസ്.എൻ. സ്വാമിയെക്കാട്ടിലും ശേഷം ജിത്തു ജോസഫിനെക്കാട്ടിലും ഒരു തല ഉപയോഗിക്കണം, നല്ലപോലെ നിയമം അറിഞ്ഞിരിക്കണം. ഓക്കെ, നന്നായിട്ട് അല്ല, തീർച്ചയായിട്ടും ഒരു ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തൊട്ട് മുമ്പാരെ ചോദിച്ചമാതിരി 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 50 രൂപ മുതലാവും. അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നന്നാണ്, നല്ല സ്ക്രിപ്റ്റാണ്, വളരെ നല്ല മികച്ച സ്ക്രിപ്റ്റുകൾ കിട്ടിയാൽ ഗംഭീരമായിട്ട്. അല്ല, ഈ കുറേ ചവറ് പടങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം കാണുന്നവരോടും ഒരു ചോദ്യം ചോദിക്കാം. 100, 200, 300 കോടിയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു, ഹനുമാനും 10 തലയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ഇതുവരെ സിമ്പിൾ എടുത്താൽ പോരെ, നല്ല അടിപൊളി എടുത്താൽ പോരെ, അല്ലേ? തീർച്ചയായും അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടിൻ പുറത്തുകാർക്ക് എന്താ വേണ്ട, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ഞാൻ തൊട്ട് മുമ്പേ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ വലിയ ഇതൊന്നും നമുക്കറിയില്ല. അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലായിക്കൂടെ? എല്ലാ തലത്തിലുള്ള സിനിമകളും തീർച്ചയായിട്ടും സന്തോഷം.